ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമിനെ പറ്റിയാണ്. ഇറ്റ്സ് എ ഫ്രഞ്ച് പെർഫ്യൂമാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു പെർഫ്യൂം ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ കാണുന്നവർക്ക്, കസ്റ്റമേഴ്സിനാണേലും വ്യൂവേഴ്സ് ആണേലും നിങ്ങൾക്ക് താല്പര്യമുള്ള പെർഫ്യൂംസ് ഏതെങ്കിലും റിവ്യൂ ചെയ്യണമെങ്കിൽ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു, മെസ്സേജ് വന്ന ഒരു പെർഫ്യൂമാണ് ഇത്. ഷിനേലിൻ്റെ ബ്ലൂഡി ഷിനേൽ, ബ്ലൂഡി ചാനൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ കൂടുതലും പറയുന്നത്. ഷിനേൽ എന്നുള്ളതാണ് അതിൻ്റെ ഫ്രഞ്ച് വേർഡ്. ബ്ലൂഡി ഷിനേലിൻ്റെ പെർഫ്യൂമാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പെർഫ്യൂമിൻ്റെ ഞാനൊന്ന് പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. ആക്ച്വലി വെസ്റ്റേൺ കൾച്ചറിലൊരു പ്രസ്റ്റീജ് പെർഫ്യൂമാണ്. നമ്മുടെ ക്ലൈമറ്റിന് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ. കാരണം എൻ്റെ പ്രൊജക്ഷനും ലാസ്റ്റിങ്ങും കുറവാണ് നമ്മുടെ ഈ 35-40 ഡിഗ്രി ചൂടിൽ. പക്ഷേ നല്ല തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് പെർഫ്യൂമാണ്. ഇത് ആക്ച്വലി അവിടുത്തെ ഒരു വിന്റർ പെർഫ്യൂമായിട്ടാണ് കൂടുതലും ഇത് എന്തിനാ പറയുന്നത്. അപ്പോൾ ആ ഒരു പെർഫ്യൂം നമ്മുടെ ഇവിടുത്തെ ചൂടത്ത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ലാസ്റ്റിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു നെഗറ്റീവ് എന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പെർഫ്യൂമിന് ഭയങ്കര പോസിറ്റീവാണ്. വെസ്റ്റേൺ, നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി അല്ലെങ്കിൽ മറ്റു ചാനലുകളിലൊക്കെ കയറിയിട്ട് റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ലേഡീസ് തൻ്റെ പാർട്ട്ണർക്ക് ഈ ഒരു സ്മെല്ല് കിട്ടാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അത് അവർ ഭയങ്കര കോംപ്ലിമെന്റ് കൊടുക്കുന്ന ഒരു പെർഫ്യൂമാണ്. തൻ്റെ പാർട്ട്ണർ ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ആ സ്മെല്ലിലുള്ള ഒരു കോംപ്ലിമെന്റ്. അതാണ് ഈ പെർഫ്യൂമിന്റെ ഒരു പ്രസ്റ്റീജിന്റെ ഒരു ഇഷ്യൂ. ആക്ച്വലി നല്ല മണമാണ് കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സിട്രസി നോട്ട്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഓറഞ്ചിന്റെയും ചെറുനാരങ്ങയുടെയും ബർഗാമോട്ടിന്റെ ഒക്കെ കൂടിയുള്ള ഒരു സിട്രസി നോട്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സിലെ ഈ ഒരു സിട്രസി നോട്ട്സ് നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പയ്യെ അതിലേക്ക് ഒരു കൺവേർഷൻ വരുവാണ്. അതൊരു മെലന്റെയും ജാസ്മിന്റെയും സ്മെല്ലിലേക്കാണ് ആക്ച്വലി അത് കിടക്കുന്നത്. ഈ ഒരു മണം മെലന്റെയും ജാസ്മിന്റെയും പിന്നെ ഒരു അല്പം ജാതിക്കയുടെയും കൂടി ഉള്ള ഈ ഒരു സ്മെല്ലാണ് അതിന്റെ എന്താ പറയുക, ഒരു പ്രത്യേകതയിലേക്ക് അതിൽ എത്തിക്കുന്നത്. അത് കഴിയുമ്പോൾ തന്നെ അതിലൊരു അരോമാറ്റിക് നോട്ട്സിലേക്ക് വരും. മിന്റ്, ജിഞ്ചർ, ജാതിക്ക, പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 നോട്ട്സുകൾ ജാസ്മിനും മെലനും, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. ഒരു രസകരമായ ഒരു സ്മെല്ലാണ്. അതായിരിക്കും പിന്നെ ഇതിൽ നിലനിൽക്കുന്നത്. ഇത് അധികം നേരം നിൽക്കില്ല ഈ ഒരു സ്മെല്ല്. ഇതും മാറും, കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിന്റെ സ്മെല്ല് മാറും. നമ്മൾ ഡ്രൈ ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ഇതൊരു സെറ്റിൽ ആവുന്ന ഒരു സ്മെല്ലിലേക്ക് എത്തും. അന്നേരം അതൊരു വുഡി നോട്ട്സിലേക്കാണ് എത്തുന്നത്. നമ്മൾ വുഡി നോട്ട്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അറബിക് വുഡി നോട്ട്സ് ആണ്. തിക്കായിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വുഡി നോട്ട്സ്. ശരിക്കും പറഞ്ഞ ചന്ദനത്തിന്റെയും ദേവദാരുവിന്റെയും ഒരു ചെറിയൊരു മസ്കി നോട്ട്സും കൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പച്ചോളിയുടെയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു വുഡി നോട്ട്സ്. ഇതാണ് ആക്ച്വലി ഈ പെർഫ്യൂമിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ഈ നോട്ട്സ് ആണ് ലേഡീസിന് കൂടുതലും ഇഷ്ടപ്പെടുന്നതെന്ന് പറയാനുള്ള കാരണം. ഇത് അവർക്കൊരു ആകർഷണം തോന്നുന്ന ഒരു സ്മെല്ലാണ്. ആക്ച്വലി ഈ പെർഫ്യൂമിന് പ്രൊജക്ഷൻസ് കുറവാണെങ്കിലും ലാസ്റ്റിങ് കുറവാണെങ്കിലും ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ആ പെർഫ്യൂം ഇഷ്ടപ്പെടും. അതൊരു സൈക്കോളജി ആട്ടോ, വേറൊന്നും കൊണ്ടല്ല ഇഷ്ടപ്പെടും. നല്ല കാര്യങ്ങൾ എപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അതിനെ നെഗറ്റീവ് പറയുന്നത് ആക്ച്വലി അതൊരു സൈക്കോളജിക്കലി ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ലെജൻസ് എല്ലാവരും സൂപ്പർ ഫിലിമാണെന്ന് പറയുന്നു. പക്ഷെ ഒരാൾക്ക് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, ആ പടത്തിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അയാൾ പോയി ഒരു ഗ്രൂപ്പിൽ പോയിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി മൊത്തം ഇഷ്ടമാണെന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടും. അതുപോലെ തന്നെയാണ് ഇതും. ഈ ബ്ലൂഡി ചാനലിൽ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, പക്ഷെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പെർഫ്യൂമാണിത്. എല്ലാവരും മൈൻഡിൽ നിന്നും എസ് 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 നല്ലതെന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ആ പെർഫ്യൂം ആക്ച്വലി വില ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതിൻ്റെ 2 മോഡലാണ് നോർമലി അവൈലബിൾ. EDT വേർഷനും ഉണ്ട്, EDP വേർഷനും ഉണ്ട്. EDP വേർഷൻ എനിക്ക് തോന്നുന്നത് ഒരു 10-15 രൂപയ്ക്ക് കിട്ടും. EDP വേർഷൻ ഒരു 20,000 എബോവ് റേഞ്ചിലേക്ക് വരുന്നൊരു പെർഫ്യൂമാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വാങ്ങിക്കാം. ഞങ്ങളുടെ ഷോപ്പിൽ ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു ഇൻസ്പയർഡ് വേർഷൻ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇൻസ്പയർഡ് വേർഷൻ പെർഫ്യൂം ഉള്ളത്.
ഇതിൻ്റെ വിലയും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലേക്ക്, അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നവരെയും എല്ലാവർക്കും ടാറ്റ.